താരശോഭയോടെ മലയാള വിഹായസിൽ വിരാജിച്ച ഒരു ചലച്ചിത്ര ചക്രവർത്തി മണ്ണിൽ തീർത്ത ജയിലറയിൽ അടയ്ക്കപ്പെട്ട വാരമാണ് കടന്നുപോയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ 11ാം പ്രതിയായാണ് നടൻ ദിലീപിനെ ജയിലിൽ അടച്ചത്. ഇതിനിടെ കൂക്കുവിളിയും ആക്രോശവുമായി ദിലീപ് വിരുദ്ധ ആൾക്കൂട്ട വിക്ഷുബ്ധതയുടെ വേലിയേറ്റവും ഉണ്ടായി. മറുവശത്ത് ദിലീപ് അനുകൂല അനുതാപ പ്രകടനവും ഉണ്ടായി. ഒരു വശത്ത് ദിലീപിന്റെ കരാളതയ്ക്കെതിരെ കൊലവിളി നടത്തുന്ന മാധ്യമങ്ങളുടെ ഓൺലൈൻ വേർഷനുകളിൽ ദിലീപിന്റെ കരുണാർദ്രതയെക്കുറിച്ച് പ്രബന്ധരചനാ മത്സരം തന്നെ നടന്നു. ഇതിനൊക്കെ ഇടയിലൂടെയാണ് അടയാളം നടക്കുന്നത്. ഇരയുടെ മനുഷ്യാവകാശമാണ് ആത്യന്തികമായി സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന നൈതിക ബോധത്തോടെ. കഴിഞ്ഞ വാരം വരെ ദിലീപിനെതിരെ ഉണ്ടായിരുന്നത് കേവല കിംവദന്തി മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് കോടതിയിൽ പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടും പ്രോസിക്യൂഷൻ വാദങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളുടെ വിഷപ്രചാരണം ഒരു യാഥാർത്ഥ്യമാണെങ്കിലും മാധ്യമ വിചാരണ എന്ന കേവല വാചാടോപം ഇന്ന് നിലനിൽക്കില്ല. താരവൈതാളികർ പരിക്ഷീണിതരാകുമെങ്കിലും ഈ കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്നത് ഒരു നിയമവൈതരണിയാണ്. ആരാധക വൃന്ദത്തിന്റെ ജനപ്രിയ നായകൻ എന്ന വിശേഷണത്താൽ ആത്മഹർഷം കൊണ്ട താരചക്രവർത്തി ആൾക്കൂട്ടത്തിന്റെ കൂക്കുവിളികൾക്ക് നടുവിലൂടെ ജയിലറയിലേക്ക് നടന്നു നീങ്ങി. നടിയെ ആക്രമിച്ച് ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് പൾസർ സുനി എന്ന ക്രിമിനലിന് 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ നൽകിയെന്നതാണ് നടൻ ദിലീപിനെതിരായ കുറ്റം. നേരത്തെ തന്നെ അറസ്റ്റിലായ പൾസർ സുനി ജയിലിൽ വെച്ച് സഹതടവുകാരോട് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പൊങ്ങിവന്ന കേസാണ് അപ്രതീക്ഷിത വഴിത്തിരിവിലൂടെ താരരാജാവിന്റെ പതനത്തിൽ കലാശിച്ചത്. ഞാൻ പോലീസിൽ വിശ്വസിക്കുന്നു. പോലീസ് ഇതുപോലൊരു കാര്യത്തിൽ കള്ളം പറയില്ല എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. കാരണം ഇത്രയും ഗൗരവമുള്ള ഒരു മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. മലയാളികൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നന്മ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി ഒരു 5 പേര് മാത്രമാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നത്. ബാക്കി ആരും ഇൻഡസ്ട്രി മുഴുവൻ മിണ്ടുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ അത്രയ്ക്ക് ഒരു ഗുഡ് വിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെതിരെ പോലീസ് ഒരു ആരോപണം പറയുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് തെളിയിക്കും, ഞാൻ വിശ്വസിക്കുന്നു. പൾസർ സുനി അടക്കം 7 പേരെ മാത്രം പ്രതിയാക്കി പ്രത്യക്ഷത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച കേസിന്റെ പരോക്ഷമായ 2ാം ഭാഗ അന്വേഷണത്തിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. പൾസർ സുനി സഹതടവുകാരൻ ജിൻസനോട് നടത്തിയ വെളിപ്പെടുത്തലും ജയിലിൽ നിന്ന് മറ്റൊരു തടവുകാരനെ കൊണ്ട് എഴുതിച്ച കത്തും ജയിലിലേക്ക് കടത്തിയ ഫോണിൽ നിന്ന് നടത്തിയ സംഭാഷണങ്ങളുമാണ് ജനപ്രിയ താരത്തിന്റെ പതനത്തിന് പാതയൊരുക്കിയത്. ഏപ്രിൽ മാസത്തിലൊക്കെ ആയിട്ട് ഇത് സംബന്ധിച്ച് പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുകയും ആ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായി ചില മൊഴികളെടുക്കുകയും ഇന്ന് കോൺസ്പിറസി അന്വേഷണം നടത്തി ഒരു നടനെ പ്രതിയേർക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തെളിവെടുപ്പിൻ്റെ കാര്യമാണ് നടക്കുന്നത്. ഇതിനകത്ത് വിക്ടിമിന് ചില അവകാശങ്ങളും റൈറ്റ്സും ഒക്കെ ഉണ്ട്. വിക്ടിമിനെ കുറിച്ച് ആളുകൾ അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. ആഴ്ചകൾക്ക് മുൻപ് 13 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച ദിലീപിനെ കഴിഞ്ഞ തിങ്കളാഴ്ച വീണ്ടും വിളിച്ചു വരുത്തി ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി.
ഒന്നാം ഘട്ടത്തിൽ പൾസർ സുനിയെ പരിചയമില്ലെന്ന് ആണയിട്ട് നൽകിയ മൊഴി രണ്ടാം ഘട്ടത്തിൽ നിർവീര്യമാക്കപ്പെട്ടത് ദിലീപിന് സ്വയംകൃത അനർത്ഥമായി. പൾസർ സുനി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് വളരെ വൈകി പോലീസിന് കൈമാറിയ പരാതി അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിച്ചു. തൊടുപുഴ, കൊച്ചി, തൃശൂർ എന്നിവിടങ്ങളിൽ ദിലീപും സുനിയും ഒന്നിച്ചെത്തിയതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. ആദ്യ വിവാഹബന്ധത്തിൽ അന്തഛിദ്രമുണ്ടാക്കും വിധം നടി നടത്തിയ ഇടപെടലാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന വിധത്തിൽ ദിലീപിനെ പ്രതികാരദാഹിയാക്കിയത് എന്ന നിഗമനത്തിലെത്തി പോലീസ്. നടിയും ദിലീപും തമ്മിൽ ഒട്ടൊക്കെ പരസ്യമായ പോരിന്റെ പിൻവഴികളിലൂടെയാണ് പോലീസും സഞ്ചരിച്ചത്. ആക്രമണമധ്യേ തന്നെ ഇതൊരു കൊട്ടേഷനാണെന്ന് നടിയോട് ആക്രോശിച്ച പൾസർ സുനിക്ക് പിന്നിൽ ക്രിമിനൽ സൂത്രധാരനുണ്ടെന്ന മഞ്ജു വാര്യരുടെ വാക്കുകൾ അന്വേഷണത്തിൽ സാധൂകരിക്കപ്പെട്ടു. ചെയ്ത കുറ്റത്തിന് ശിക്ഷ നിർബന്ധമായിട്ട് ഉണ്ടാവണം. അത് പോലീസ് ചെയ്യുന്ന ഈ നടപടി പോലീസ് സത്യസന്ധമായി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാൻ പറ്റുമെങ്കിൽ സർക്കാരിനും പോലീസിനും അങ്ങേയറ്റത്തെ പൊൻതൂവൽ തന്നെയാണ്. കാരണം ഇതൊരു വലിയ ക്രിമിനൽ ഗൂഢാലോചന പൊളിയിക്കുക, ഒരു റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകണം. ഇപ്പം നിങ്ങൾ തന്നെ വണ്ടി അയച്ചു തരുന്നു, നമ്മൾ വിശ്വസിച്ചാണ് വരുന്നത്, അവിടെ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചന, ആരുടെയും മനസ്സിൽ ഉദിക്കാത്ത ഒരു ക്രിമിനൽ ഗൂഢാലോചന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം, ശിക്ഷിക്കണം, ശിക്ഷിക്കണം 100%. ദിലീപ് ബലാത്സംഗ കൊട്ടേഷൻ പൾസർ സുനിക്ക് നൽകിയത് 2013 എന്നാണ് പോലീസ് റിപ്പോർട്ട്. 2 വട്ടം പാളിപ്പോയ കൊട്ടേഷൻ 2017 ഫെബ്രുവരി 17 അതിനിഷ്ഠൂരമായി തന്നെ പൾസർ സുനി നടപ്പാക്കി. അതിക്രമശേഷം പൾസർ സുനി കാവ്യമാധവന്റെ വീട്ടിൽ പോയി എന്ന പോലീസിന്റെ കണ്ടെത്തലും ധനവിനിമയവുമാണ് കേസിൽ അതിനിർണായകമായത്. വ്യക്തിവിദ്വേഷവും കുടിപ്പകയും കൊട്ടേഷനായി പരിവർത്തനം ചെയ്യപ്പെടുന്ന നിഷ്ഠൂരത സിനിമാ മേഖലയിൽ സജീവമാണ് എന്ന വസ്തുതയാണ് ഇവിടെ വെളിവായത്. ഇപ്പം നിർമ്മാതാക്കളുടെ സെറ്റിൽ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ കൂട്ടത്തിൽ കുറച്ച് ക്രിമിനലുകളെ നിർത്തി ആരെങ്കിലും ഒതുക്കാനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവരുടെ വേറെ ഡീലിങ്സിന് ക്രിമിനലുകളെ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് പൊതുവേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരു നടി എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ആളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റായ പ്രവൃത്തി കാണുകയാണെങ്കിൽ നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മളപ്പോൾ അവിടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറയും, അല്ലെങ്കിൽ ഡയറക്ടറിനോട് പറയും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അയാളെ ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടുക. സിനിമയിൽ അഭിനയിച്ച് പണം പറ്റി പിൻവാങ്ങുന്ന നടീനടന്മാരുടെ പഴയകാല മാന്യതയല്ല ഇന്നത്തെ താരാധിപത്യത്തിന്റെ സിനിമാ ലോകം. സ്വകാര്യ ഗുണ്ടാപ്പടയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഓവർസീസ് റൈറ്റുമൊക്കെ അടങ്ങുന്നതാണ് ഇന്നത്തെ സിനിമ. അനധികൃത പണം വിദേശത്തേക്ക് കടത്തുന്ന റിവേഴ്സ് ഹവാലയുടെ വ്യവഹാര ലോകം. ഈ സിനിമാ വ്യവസായത്തിലെ കൊച്ചി രാജാവായിരുന്നു ദിലീപ്. ആലുവയിലെ പരാധീനതക്കാരനായ ഗോപാലകൃഷ്ണനിൽ നിന്ന് നാട്ടുമന്നനായ ദിലീപിലേക്കുള്ള വളർച്ച അത്ഭുതകരമായിരുന്നു. അഭിനയം, നിർമ്മാണം, വിതരണം, തിയേറ്റർ വ്യവസായം എന്നിങ്ങനെ തന്ത്രപ്രധാന മേഖലകളിൽ ദിലീപ് സർവാധിപനായി. ഇതിനിടെയാണ് ദിലീപിനോട് ശണ്ഠ കൂടി വർഷങ്ങൾ ഇരയായ നടിക്ക് മലയാള സിനിമയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നത്. ഇവിടെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നതോടുകൂടി അദ്ദേഹം കുറ്റം ചെയ്തു എന്നല്ല അർത്ഥം. പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസിന് 120B എന്ന IPCയിലെ പ്രൊവിഷൻ പ്രകാരം ആ പ്രതിയെ കണക്ട് ചെയ്യേണ്ട തെളിവുകൾ എടുക്കേണ്ട ഭാരിച്ച ചുമതല. ആ തെളിവുകളെല്ലാം പരിപൂർണമായി ഇത്തരമൊരു കോൺസ്പിറസി നടന്നു എന്ന് ഉറപ്പാകുന്ന മൊമെന്റിന് മാത്രമാണ് ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പോലീസിന് സാധിക്കും.
ഇനി അങ്ങനെ കുറ്റം ചെയ്തതായി ഒരു കുറ്റപത്രം കൊടുത്താൽ പോലും കോടതികൾ ഈ തെളിവുകളെല്ലാം പരിശോധിച്ച് ഓറൽ എവിഡൻസസ് പരിശോധിച്ച് പുതിയ ഡിപ്പോസിഷൻസ് എവിഡൻസ് ആക്ട് പ്രകാരമുള്ള തെളിവുകളെല്ലാം എടുത്ത് കോടതിയുടെ ഫൈനൽ വിധി വരുന്നത് വരെ ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരായി ഉയർന്ന ജനരോഷം തണുപ്പിക്കാൻ ചില PR ഏജൻസികളും ഓൺലൈൻ എഡിഷനുകളും ആസൂത്രിതമായി ശ്രമിച്ചതും തിരിച്ചടിയായി. അങ്കമാലി കോടതി ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളാൻ പോലും ഇത് കാരണമായി. PR വർക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം പോലീസാണല്ലോ അൾട്ടിമേറ്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ബുക്ക് ഓഫ് ലോ, നമ്മളൊരു നിയമത്തിന്റെ കീഴിലാണ്. നിയമം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ ആ ശിക്ഷയ്ക്ക് അനുയോജ്യമായ ശിക്ഷ അയാള് ആരായാലും, പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും നടനായാലും സൂപ്പർ സ്റ്റാർ ആയാലും ആരായാലും അനുഭവിക്കണം. എന്നാൽ ചില മാധ്യമങ്ങൾ സ്വയം വിധികർത്താക്കളാക്കി ചായക്കട വർത്താനമായി ചർച്ചാ ഫോറങ്ങളെ മാറ്റിയെന്ന വിമർശനവും ഇതിനോടൊപ്പം ഉയർന്നു. അപ്പോൾ മീഡിയാസിനെ കുറിച്ച് പറയാൻ, മീഡിയാസിന്റെ ജോലി കിട്ടുന്ന വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. അപ്പോൾ ജനങ്ങളിൽ വാർത്തകൾ എത്തിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. അത് വാർത്തകളായി മാത്രം എത്തിക്കുക. വാർത്തകളായി ഇൻവെസ്റ്റിഗേഷനിൽ നിൽക്കുന്ന കാര്യങ്ങളെ വാർത്തകളായി എത്തിക്കുമ്പോൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ അപാകതയില്ല എന്ന് ഉറപ്പാക്കണം. ദിലീപിന്റെ മുന്നിലും പിന്നിലുമായി ഇരു കൂട്ടർ നിന്ന് തർക്കിക്കുമ്പോൾ ഇരയുടെ നീതി എന്ന ആത്യന്തിക ലക്ഷ്യമാണ് മറയ്ക്കപ്പെടുന്നത്. 2 മണിക്കൂർ മരണവേദന അനുഭവിച്ച നടിയുടെ മനുഷ്യാവകാശമാണ് ഈ കോലാഹലങ്ങൾക്കിടയിൽ അമർന്നു പോകാതെ ഇരിക്കേണ്ടതും.